അല്ല, എന്താ പരിപാടി? പറമ്പ് ആകെ അലമ്പായി കിടക്കുന്നുണ്ടാ. നീ ഒരു കാര്യം ചെയ്യും, പോയി പറഞ്ഞെടുത്തുവാ, നമുക്കത് കൂട്ടിയിട്ട് ഒന്ന് കത്തിക്കുക. എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? ഒരു പണിക്കാരനെ വിട്ടാ പോരെ, അവരെല്ലാം ചെയ്തു തരില്ലേ? അവര് ചെയ്തൊക്കെ തരും, പക്ഷെ രണ്ടാൾ വന്നിട്ട് വൈകുന്നേരം പോകുമ്പോഴേക്ക് 2000 കൂലി മേടിക്കും. അത്രയൊന്നും പൈസ കൊടുക്കാനല്ലോ മോളെ, ഇത് നമുക്ക് ചെയ്യാനുള്ളൂ. വാ നീ വാ. എനിക്കൊന്നും വയ്യ, വേണേ ഏട്ടൻ ഒറ്റയ്ക്ക് ചെയ്തോ. പിന്നെ അടുത്ത ഞായറാഴ്ചയാണേ വലിയമ്മന്റെ മോളുടെ എൻഗേജ്മെന്റ്. നീ ഇടയ്ക്കിടയ്ക്ക് പറയൊന്നും വേണ്ട, എനിക്ക് ഓർമ്മയുണ്ട്, ഒക്കെ വരാം. വരുന്ന കാര്യമല്ല, അവിടത്തേക്ക് പോകുമ്പോ ഇടാനേ നമുക്ക് 3 ഡ്രസ്സ് എടുക്കണ്ടേ. ഇന്ന് എന്തായാലും പോണം, നല്ല ഒരേ കളറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾ അതവിടെ ഇട്ടിട്ട് വന്നേ, അപ്പൊ തന്നെ പോവാ. എന്താ സന്ധ്യ ഇത്? ഈ ഫ്രണ്ട്സിന്റെയും അയൽക്കാരന്റെയും കുടുംബക്കാരന്റെയും ഒക്കെ കല്യാണത്തിന് പോകുമ്പോ ദിവസം ഓരോ പുതിയ ഡ്രസ്സാ? ഇതിനൊക്കെ പൈസ ആണെന്ന് പറഞ്ഞിട്ടാ? എനിക്കും കുഞ്ഞിനൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഉള്ളത് ഇട്ട് തരാ. നിന്റെ അലമാരിൽ ഒരുപാട് ഡ്രസ്സല്ലേ, അതിൽ ഏതെങ്കിലും എടുത്തിട്ട്, അല്ലാണ്ട് പുതിയൊന്നും മേടിക്കപ്പോ നടക്കില്ല കേട്ടോ. അതൊക്കെ പഴയതാണ്, അത് വിട്ടിട്ടാണോ ഈ എൻഗേജ്മെന്റ് പോണ്ടത്? പഴയതോ? എല്ലാം 1-2 പ്രാവശ്യമായിട്ടുള്ളൂ, അപ്പോഴേക്കും പഴയതായോ? കഴിഞ്ഞ മാസം നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് ഒരു 3500 ലെഹങ്ക മേടിച്ചിട്ടില്ലേ, അതെടുത്ത് കുറച്ചു നേരം ഇട്ടിട്ടു, അത് മതി. അതൊന്നും ഇടാൻ പറ്റില്ല. ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള സ്റ്റാറ്റസേ ഞാൻ അന്നേ അപ്ലോഡ് ചെയ്തതാ, ഇതിപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇനിയിപ്പോ അത് വിട്ടിട്ടാണോ പോണ്ടത്? എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഈ തിന്നു കുടിക്കുന്ന എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എടുത്ത് ഓരോ സ്റ്റാറ്റസ് എടുത്തിരുന്ന് ഇത് ആരെ കാണിക്കാനാണ്? അല്ല, 1 മാസം മുമ്പ് ഇട്ടതല്ലേ, നിന്റെ കുടുംബക്കാർ അത് നോക്കിയിരിക്കല്ല, അത് മതി. നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാനിട്ടാ. അവിടെ വരുന്നവരെല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടായിരിക്കും വരിക. ഞാൻ എന്തായാലും ആ പഴയ ഡ്രസ്സ് നോട്ടിട്ട് വരില്ല. എടാ, ഞാനൊക്കെ ഒരു ഷർട്ട് എടുത്തിട്ട് 6 മാസമായി. ഈ കല്യാണം ഉണ്ടെങ്കിലും പൊരേ കൂടെ ഉണ്ടെങ്കിലും നിശ്ചയം ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതന്നെ ഇട്ടിട്ട് പോവാ. ഇതിപ്പോ നിങ്ങൾക്ക് എന്തിനാ എല്ലാത്തിനും ഓരോ പുതിയ ഡ്രസ്സ് വേണം പറയുന്നത്? നിങ്ങളൊരു പഴഞ്ചെണ്ണ വന്നിട്ട് എനിക്ക് അതുപോലെ നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയോ? വേണ്ട, എനിക്ക് പൈസ തന്നാ മതി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് എടുത്തോളാം. രാവിലെ തുടങ്ങിയല്ലേ ഫോൺ നോക്കിയിരിക്കാൻ, പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി, ഈ വിശക്കൊന്നു. ഇനിയിപ്പോ ഉണ്ടാക്കിയിട്ടൊന്നും നടക്കില്ല, ഞാനൊരു ഹാഫ് കുഴിമന്തി ഓർഡർ ചെയ്യാൻ പോവാ. എന്തിന്? എന്റെ സന്ധ്യ, ഹാഫ് കുഴിമന്തി 100-500 രൂപയാവും. അല്ലേ, രാവിലെ പോയിട്ട് ചിക്കൻ മേടിച്ചെന്ന്? എടി, അതിന് 1 കിലോ 200 രൂപയുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ, പോയി ഉണ്ടാക്ക്. നല്ല പൊന്നേരി ഉണ്ടല്ലോ, ചോറും വെക്കി. ആ രേണു നല്ല രാത്രി സ്റ്റാറ്റസ് ഇട്ട പോലെ കഴിക്കാൻ തോന്നിട്ട് വയ്യ. ഈ ഭക്ഷണ കാര്യത്തിലും ഒന്ന് പിശ് കാണിക്കാൻ തിരിക്കട്ടെ. ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാൻ പോവാ, നിങ്ങൾ വരുമ്പോ ഒന്ന് പൈസ കൊടുത്താൽ മതി. ഇവക്ക് ആഴ്ചക്ക് കുഴിമന്തി കഴിച്ചില്ലെങ്കിൽ ഇറങ്ങില്ല. ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. അതെ, എനിക്ക് വേണ്ട കേട്ടാ, നിനക്ക് വേണ്ടി മാത്രം ഓർഡർ ചെയ്തായി. ബാക്കി റൈസ് ഉണ്ടായല്ലേ. ദൈവമേ. പാല് 620, പേപ്പർ 340, പലചരക്ക് 7500. ഒരു ദിവസം വേറെ ഇല്ലേ? പച്ചക്കറി കണക്കാക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്തായിട്ട് ഓഫീസ് വിട്ട് വന്ന പാട് ബുക്കും പെന്നെടുത്ത് എഴുതാൻ നിൽക്കുന്നേ? നീ പഠിക്കാൻ പോകുന്ന? നാളെ സാലറി കിട്ടുകയാണ്, അത് കിട്ടി 5 മിനിറ്റ് കയ്യിലുണ്ടാവും, അപ്പോഴൊക്കെ കൊടുത്തു തീർക്കാണ്ട്. എന്നിട്ടും തികയില്ല മേഡം, ഒരു 3000 രൂപ കടവും എല്ലാം കൂടി. നാളെ സാലറി കിട്ടാല്ലേ? ഏട്ടാ, കുഞ്ഞൂസിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എവിടെയും പോയില്ലല്ലോ. മോന് നല്ല സങ്കടമുണ്ട്. അപ്പൊ ശനി ഞായർ അതിനാണ് ചലേ, മറ്റന്നാ ഞായറാഴ്ച നമുക്ക് വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടേ അങ്ങോട്ട് പോയാലോ? കുഞ്ഞിന് സന്തോഷവും. 2 മാസം മുമ്പല്ലേ കക്കാട് പോയി റിസോർട്ട് പോയി വന്ന്, അന്ന് എത്ര പൈസ ചെലവായെന്നറിയോ? അന്ന് തികയായിട്ട് അനീഷിനോട് 3000 മേടിച്ചിരിക്കുക, അതിപ്പോ കൊടുത്തു തീർത്തിട്ടില്ല. ഇതൊക്കെ കഴിയട്ടെ. റിസോർട്ട് ഈ തിന്നതിനും കുടിച്ചതിനും പോയതിനൊന്നും ഇങ്ങനെ കണക്ക് പറയല്ലേ ഏട്ടാ. എടാ കുഞ്ഞൂസേ, നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെ പോലെ റിസോർട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കണമെന്നൊന്നുമില്ല. നിന്റെ അച്ഛനടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നീ കുഞ്ഞിനെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാ? വെറുതെ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ഏട്ടാ. കുഞ്ഞിന്റെ സന്തോഷമല്ലേ വലുത്. നിങ്ങക്ക് അവനോട് സ്നേഹം ഉണ്ടെങ്കിലേ ഒന്ന് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യാം. ആരോടെ കടം വാങ്ങിക്കുക?
എന്താ മനുഷ്യ ട്രിപ്പ് വന്നിട്ട് ഒരു സന്തോഷം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല സന്ധ്യ, ഈ ഒരു ദിവസം കിടന്നുറങ്ങാൻ വേണ്ടി എന്തിന് ഇത്രയും പൈസന്റെ റൂം എടുത്തത്? ഞാൻ മര്യാദയ്ക്ക് അവിടെ 2500 റൂം ബുക്ക് ചെയ്തല്ലേ, നീ ഇതിനത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തത്? എത്ര പൈസയാണെന്നറിയോ? അതിന് ഡബിൾ ചാർജ് അവിടെ. ട്രിപ്പ് വന്നതേ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ റൂം ബുക്ക് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ വെച്ച വല്ല സ്യൂട്ട് റൂം ആയിരിക്കുന്നു. ആ കുടിസ് റൂമൊക്കെ എങ്ങനെ എടുക്കാൻ തോന്നിയത്? അതന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പൊ ഇതെടുത്തത്. ഞാനാ പോവില്ല ഉദ്ദേശിച്ചത്, അതിപ്പോ ആരോ ബുക്ക് ചെയ്ത് പോയില്ലേ, ഇപ്പൊ എന്താക്കാനാ? പൂൾവില്ലയോ? നിനക്ക് എങ്ങനെ സന്ധ്യ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? അതിന് ഒരു ദിവസം 10,000 രൂപയാണ്. അല്ലാണ്ട് ഓപ്പൺ ആയിട്ടൊരു പൂൾ ഉണ്ടല്ലോ, അതൊന്നും പോരെ? 10,000 കൊടുത്താ എന്താ? അതിനത്ര സൗകര്യങ്ങളില്ലേ? ഇതിപ്പോ എത്ര ആൾക്കാരാ ആ പൂളിൽ വന്ന് മറിയുന്നത്? ഒരു പ്രൈവസി ഇല്ല. കുഞ്ഞു നന്നായി കുളിച്ചില്ലേ, അവന് സന്തോഷമായല്ലോ, അത് പോരെ അവിടുന്ന്. അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ആരും ഇല്ല പൂളില്, പോയി കുളിച്ചോ. അവർക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ പൂള് വേണത്രേ. ഇനി എനിക്ക് ബിസിനസ് അല്ല, ഒരാളുടെ കീഴിൽ ജോലിക്ക് പോവാണ്, 20,000 രൂപ ശമ്പളം ഉള്ളൂ, അത് ആദ്യം മനസ്സിലാക്കുക. ആ കൂടി ഒരു ജീവിതത്തിലുള്ളേട്ടാ, അത് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ എല്ലാ മാസം ഇങ്ങനെ ട്രിപ്പ് വരാന്ന്. 3-4 മാസം കൂടുമ്പോ ഒരു ട്രിപ്പ്. അതിനാണോ അങ്ങനെ കണക്ക് പറയാൻ നിൽക്കുന്നത്? നിങ്ങളെ വേഗം ഭക്ഷണം ഓർഡർ ചെയ്യും, എനിക്ക് വിശന്നിട്ട് വയ്യ. നിന്റെ വയറ്റിൽ തന്നെ കൊക്കപ്പോഴുണ്ടോ സന്ധ്യ? കുറച്ച് നേരത്തെ അല്ലേ പൊറോട്ടയും ചിക്കനും വേണ്ടി ഓർഡർ ചെയ്ത് കഴിച്ചത്? ഇവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എത്ര പൈസയാണെന്നറിയോ? രാത്രി ലൈറ്റ് ഫുഡ് മതി, ഫ്രൂട്ട്സ് മേടിച്ചില്ലേ, അത് കഴിക്കി. പിന്നെ രാത്രി ഫ്രൂട്ട്സ് കഴിച്ചിട്ടല്ലേ കിടക്കണത്? എന്റെ ഏട്ടാ, ഈ ഭക്ഷണ കാര്യത്തിലും കുറച്ച് പിശുക്ക് കാണിക്കാണ്ടിരിക്കേ. നിങ്ങൾ ചെയ്യണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ ഭർത്താവിനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എത്ര രൂപയുടെ പെട്രോൾ അടിച്ചെന്നറിയോ? ഒരു ചെറിയ റൂം എടുത്ത് അത് പറ്റില്ല പറഞ്ഞിട്ട് ഭക്ഷണം റൂമും പെട്രോളൊക്കെ ആയിട്ട് 10-20,000 മുകളിലെ പൊട്ടിച്ചാണ്. അത് ഒരു ദിവസം കൊണ്ട് എന്റെ ഒരു മാസത്തെ ശമ്പളമാണ്. ആരോട് പറയാ? ജോലിക്കും പോയാലല്ലേ പൈസന്റെ വില അറിയാം. നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നല്ലേ ഏട്ടാ? ശരിക്കും 2-3 ദിവസം കൂടി ഇരുന്നിട്ട് വന്നാ മതിയായിരുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഏത് നേരം തിരക്കന്നല്ലേ. റിസോർട്ടിൽ പോയിട്ട് 3 ദിവസം ഇരിക്കാനോ? അവിടെ വെറുതെ ഇരുത്തില്ല മോളെ, ദിവസം പൈസ എണ്ണി കൊടുക്കണം. എനിക്ക് ജോലിക്കൊന്നും പോകേണ്ടത്. എന്നാലും ഇത്രയും ദൂരം പോയതല്ലേ, സാരില്ല. ഇനി അടുത്ത പ്രാവശ്യം പോവഴേ 2 ദിവസം കൂടി കൂടുതൽ ഇരുന്നിട്ട് വരാം. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞില്ലേ, അമൃതരാജ്. അവൻ മൂടാടിൽ ഒരു അക്ഷയ സെന്റർ നടത്താണ്. അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. നീ കല്യാണത്തിന് മുമ്പ് ഏതൊക്കെ അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്ത് പറഞ്ഞല്ലേ? അങ്ങനെയാണെച്ചാൽ നാളെ തന്നെ ജോയിൻ ചെയ്യാ. അവന് എപ്പോഴാണല്ലോ ആള് കാണേ. അയ്യോ ഏട്ടാ, അതൊക്കെ 4-5 വർഷം മുമ്പല്ലേ. എനിക്കിപ്പോ അതൊന്നും വലിയ ടച്ച് ഇല്ല. അതൊന്നും സാല സന്ധ്യ, അവൻ എന്റെ ഫ്രണ്ട് തന്നെയല്ലേ. പിന്നെ അവിടെ 2-3 ആൾക്കാരെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ദിവസം നിന്ന് ആകെ സെറ്റ് ആവുന്നു. ഞാൻ ഇപ്പൊ അതിനെ വിളിച്ചു പറയാൻ പോണേ. വേണ്ട എന്തായാലും ഇപ്പം 2-3 മാസം കഴിയട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. നീ എപ്പോ ജോലിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ മൊഴി മാറാണല്ലോ. 2-3 മാസം കഴിഞ്ഞ് ഈ വേക്കൻസി ഉണ്ടാവില്ലല്ലോ. എടാ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല, ഇരുന്നിട്ട് തന്നെയല്ലേ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് ആരെങ്കിലും പെൻഷൻ വരുമ്പോഴോ നികുതി അടയ്ക്കാനോ പിന്നെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി. അവൻ അത്യാവശ്യം മോശമുള്ള ശമ്പളം തരും. അല്ലേട്ടാ, അതിപ്പോ ഞാന് എന്റെ സന്ധ്യ നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിനക്ക് കൂടി വരുമാനം ഉണ്ടെങ്കിലേ നമ്മൾ ആ റിസോർട്ടിൽ പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വരികയല്ലുള്ളൂ. എടാ എന്റെ ശമ്പളം നമുക്ക് ഇവിടുത്തെ ചെലവിനും കാര്യങ്ങളൊക്കെ എടുക്കാം. നിന്റെ വരുമാനം നമുക്ക് ഇതുപോലത്തെ ട്രിപ്പും നിനക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയില്ലേ. എന്നാ പോയി നോക്കല്ലേ? പിന്നല്ല, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചു പറയാം. നാളെ റെഡി ആയിരുന്നോ? നിനക്ക് പണി വരുന്നുണ്ട്. നീ വന്നാ? എന്നോട് ജോലിക്ക് പോയിട്ട് 1 മാസം കഴിയുമ്പോഴേക്ക് നീ ആകെ തളർന്ന് ഒടിഞ്ഞു പോയല്ലോ. നിനക്ക് സുഖല്ലേ? ഏട്ടാ, ശവത്തെ കുത്താൻ നിക്കല്ലേ. നിങ്ങൾ എന്താ പറഞ്ഞ? ഒരു പണിയിലും മിണ്ടാതിരുന്നാ മതി, അവൻ നല്ല ശമ്പളം മാസത്തിൽ ഇരുന്ന്. ഒരു സെക്കൻഡ് ഒഴിവേണ്ടേ? ആധാർ എടുക്ക, അഡ്മിഷൻ എടുക്ക, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പെൻഷൻ വണ്ടേ, മതിയായി. ഇന്നത്തോടെ നിർത്താന്നതാ. പക്ഷെ ശമ്പളം കിട്ടിയപ്പോ ചെറിയൊരു ആശ്വാസം. ശമ്പളം കിട്ടിയാ? ഇന്ന് 1-ാം തീയതി ആണല്ലേ? ഞാനതൊക്കെ മറന്നല്ലോ. അല്ല എന്താ പരിപാടി? ഇതാ വേഗം ഒന്ന് മാറ്റണം, കുറച്ച് ഡ്രസ്സ് എടുക്കണം, പുതിയ ചെരുപ്പ് വാങ്ങിക്കണം. പിന്നെ അവിടെ ഡെയിലി ചായ കുടിച്ചതിന്റെ കുറച്ച് പറ്റുണ്ട്, അതും കൊടുക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ സാലറി കിട്ടി ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്. നീ ഒരു കാര്യം ചെയ്യും, 3 ദിവസം ലീവ് എടുക്ക്. ലീവ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവനെ വിളിച്ചറിയാം. നമുക്കൊരു നല്ല റിസോർട്ട് ബുക്ക് ചെയ്യാം. ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാട്ടോ. ഞാൻ സെറ്റ് ആക്കിട്ടാ. ജുവാനെ. അതെ ഏട്ടാ. അയ്യോ, സാലറി കിട്ടിട്ട് പറയണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ എല്ലാം ചെലവാക്കിട്ട് വരുമല്ലോ. കുളിച്ചേ, നന്നായി
പൊന്നൂസേ നിന്റെ അമ്മന്റെ സാലറി കിട്ടിയിട്ടില്ല ആദ്യം ചെലവല്ലേ അടിച്ചു പൊളിക്കണം. ഫുള്ള് നിൽക്കും അത്രയും പൈസ കൊടുത്തെടുത്ത റിസോർട്ടാ. അല്ല നീ എന്താ നോക്കിക്കുന്നു? വാടാ ഇറങ്ങ്. ഞാനൊന്നുമില്ല, നിങ്ങള് കുളിക്ക്. പിന്നെ ആദ്യം പറഞ്ഞ ആ റിസോർട്ട് പോരായിരുന്നോ? ഇതിപ്പം എത്ര പൈസയെന്നറിയോ? വലിയ പൈസയോ? എടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വയനാട്ടിലൊരു ട്രിപ്പ് വന്നില്ലേ, അത്ര പൈസയുള്ള അതിന്. പിന്നെ അതിനേക്കാളും സൗകര്യമല്ലേ, അപ്പൊ ലാഭമല്ലേ ഇത്? നല്ല ലാഭം തന്നെ. ആദ്യത്തെ സാലറി കിട്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വിചാരിച്ചാന്നറിയോ? ഇതിപ്പോ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും എല്ലാം തീരുന്നാ തോന്നണത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലടാ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണ്ടേ. നമുക്ക് ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് വേറൊരു നല്ല റിസോർട്ട് ബുക്ക് ചെയ്യട്ടാ. നീന്തിക്കാം. 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റിസോർട്ട് ബുക്ക് ചെയ്യുന്ന ഏട്ടാ, നമുക്കൊരു 5-6 മാസം കൂടുമ്പോ ഒന്ന് വന്നാ പോരെ? അല്ലടാ ഞാൻ ആദ്യം എപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറയാ. അപ്പൊ നിനക്ക് പറ്റില്ലല്ലോ. ഇനിയിപ്പോ പേടിക്കുന്ന വേണ്ടടാ, നിനക്ക് ജോലി കിട്ടി ശമ്പളം ഉണ്ട്. നമുക്ക് ഇനി അടിച്ചു പൊളിക്കാം. എല്ലാ മാസവും വരാം അല്ലെ കുഞ്ഞുസേ, 2 ആക്കണ്ട. മാസത്തിലോ? സന്ധ്യ ട്രിപ്പ് അടിപൊളിയായിരുന്നില്ലേ? എനിക്ക് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടായിട്ടാ. അടിപൊളി. 1 മാസം നടു നിവർത്താണ്ടിരുന്നുണ്ടാക്കിയ പൈസയാ ഒറ്റ ദിവസം കൊണ്ട് അവിടെ പോയി തീർത്തത്. എന്റെ ഏട്ടാ, ഞാൻ റിസോർട്ടിൽ വന്നേ ഉള്ളൂ, ഒരു മനസമാധാനം ഉണ്ടായിരുന്നില്ല. എന്താ സന്ധ്യ അങ്ങനെ പറയുന്നത്? ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അടിച്ചു പൊളിക്കേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. ഇപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ 1 രൂപ ചെലവാക്കുമ്പോ നെഞ്ചു പൊള്ളുന്നുണ്ടല്ലേ? സോറി ഏട്ടാ, അപ്പൊ ഞാൻ ആലോചിച്ചേ ഉള്ളൂ എത്ര പൈസ ഞാൻ അനാവശ്യമായിട്ട് ചെലവാക്കിപ്പിച്ചത്. ഇപ്പോഴെങ്കിലും നിനക്ക് ആ ബോധം വെച്ചല്ലോ. എടാ എല്ലാ കാലത്തും ജോലി ചെയ്തിരിക്കുന്നു വേണ്ട, ഇടയ്ക്ക് യാത്രയൊക്കെ ചെയ്യണം. പക്ഷെ അത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം. നിനക്ക് എല്ലാ പരിപാടിക്കും ഡ്രസ്സ് എടുക്കണം, ആഴ്ചയിൽ 3-4 ലക്ഷം ഹോട്ടലിൽ ഓർഡർ ചെയ്യണം, ഇടയ്ക്ക് ട്രിപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ വരുമാനത്തിനൊക്കെ പറ്റണ്ടടാ. നീ ഇവന്റെ സ്റ്റാറ്റസ് നോക്കി അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് 2 ആൾക്കും ജോലി ഉണ്ടാവും, നമ്മളെക്കാളും വരുമാനം ഉണ്ടാവും. ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. എന്തായാലും ഇതൊന്നും പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാ നിന്റെ പൈസ ഫുള്ളായിട്ട് ചെലവാക്കിയത്. ഇപ്പോഴെങ്കിലും നീ ഒരു പാഠം പഠിച്ചല്ലോ. മറ്റൊരാളുടെ പോക്കറ്റിലെ പൈസ നമ്മുടെ കയ്യിൽ എത്തണമെങ്കിലേ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത്രയും കാലം ഒരു ജോലിക്ക് പോകാണ്ട് വീട്ടിലിരുന്നപ്പോ പൈസന്റെ വില എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ 1 രൂപ ചെലവാക്കണമെങ്കിൽ കൂടി ഞാൻ 100 വട്ടം ആലോചിക്കും കേട്ടാ.